ശ്രീമതി ജയ ആണ് കൊല്ലത്തു നിന്നും വിളിക്കുന്നത്. ശ്രീമതി ജയ, ഇപ്പോൾ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ജാമ്യം കിട്ടണ്ടായിരുന്നെന്നാണോ കിരണിന്റെ അഭിപ്രായം? എനിക്ക് ഞാനല്ലല്ലോ ശ്രീമതി ജയ ജാമ്യം കൊടുക്കുന്നതും ജാമ്യം കൊടുക്കാതിരിക്കുന്നതും. അതെ. നമ്മള് വർത്തമാനം പറയുമ്പം ഈ നേരത്തെയൊക്കെ വിളിച്ച ആൾക്കാർ പറയുമ്പോ അവര് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളല്ല ജാമ്യം കൊടുത്തത്, കോടതിയിൽ ഇരുന്ന ജഡ്ജിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ആളുകൾക്ക് അഭിപ്രായം പറയാമല്ലോ. കോടതി ഒരു തീരുമാനം എടുത്തെന്ന് കരുതി അതിനോട് അഭിപ്രായം പറയുന്നതൊന്നുമില്ലല്ലോ. അഭിപ്രായങ്ങളാ പറയുന്നത്. പച്ചയ്ക്ക് തിന്നാനുള്ള ഒരു ബാഹുലതയാണ് ഈ പറഞ്ഞ സംസാരിച്ചവർക്കുള്ളത്. ഒരു പയ്യനാണ്, അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ കോടതി അവനെ ശിക്ഷിക്കട്ടെ. 13-ാം തീയതി ഏതാണ്ട് കാണിക്കുമെന്നൊക്കെയാ പറയുന്നത്. ഒന്നും കാണിക്കാനില്ല. തോൽവിയും ജയവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാ, എല്ലാ പാർട്ടിക്കും ഉള്ളതാ തോൽവിയും ജയവും. ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ ഇങ്ങനിട്ട് ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന ഈ ശബരിമലയുടെ കാര്യവും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ കിരണേ. ഈ ഒരു ഭയങ്കര കഥയങ്ങ് നിർത്ത്. നാണക്കേട്. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഇതുള്ളതല്ലായിരുന്നു ഒരു ചാനലിന്. ഇതിങ്ങനെ വെച്ചോണ്ട് ഇരിക്കരുത് ഈ ഒരു ചാനലില്. ശ്രീമതി ജയ, കേരളത്തിലെ 140 പേരിൽ ജനപ്രതിയുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാളിനെതിരെ ഇത്ര അതിരൂക്ഷമായ ആരോപണങ്ങൾ വരുമ്പോൾ അത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, നമ്മളും ഒക്കെ സ്ത്രീകളാണ്. നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞാണ് പ്രായമായി കളവിയൊക്കെ ആയിട്ടിരിക്കുന്നത്. നമ്മളെ ഒന്നും ആരും വിളിച്ചോണ്ട് പോയി എങ്ങും ബലാത്സംഗം ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം പോകാനിരിക്കുന്ന സ്ത്രീകളെ കൂടെ കുറ്റം പറയണം. അതങ്ങനെയാണ് ശ്രീമതി ജയ അത് പറയുന്നത്. അത് ശരിയല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി താങ്കൾ പറയുന്നത് ശരിയല്ല ശ്രീമതി ജയ. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി വിവാഹം ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി, ആ പരാതി ശരിയാണെങ്കിൽ ആ പരാതിയിൽ അവർ പറയുന്ന അവരുടെ വീട്ടുകാരുമായി ആലോചിക്കാൻ പറഞ്ഞു. വീട്ടിലടക്കം ആലോചിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് കാണുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു. പുതിയ കാലത്ത് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായും സംസാരിക്കാൻ പോകും. അങ്ങനെ സംസാരിക്കാൻ പോയപ്പോൾ അവരെ ഒരു സുഹൃത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി, ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് അവരുടെ പരാതി. അതൊക്കെ ഒരു സ്ത്രീകളുടെ കുറ്റമാണോ? ഏത് സ്ത്രീ ആയാലും സ്വാഭാവികമായും അങ്ങനെയൊക്കെ പറ്റിപ്പോയില്ലേ? സ്ത്രീകളുടെ കുറ്റം തന്നെയാണ് അത്. അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? എനിക്ക് മോളില്ല, പക്ഷെ എനിക്കൊരു മകനുണ്ട്. മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ കുഞ്ഞിന് ഒരു ഇതേനൊക്കെ വിഷമം ഉണ്ടായ നമുക്ക് വിഷമം തന്നെയാ. പക്ഷെ രണ്ട് കൈയും കൂട്ടി അടിച്ചാൽ മാത്രമേ സൗണ്ട് കേൾക്കൂ. അതെങ്ങനെയാണ് ശ്രീമതി ജയ? ആ പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, സമൂഹത്തിൽ മാന്യതയുള്ള, സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ പെരുമാറുമെന്ന് ലോകത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ധരിക്കുമോ? അല്ല, കിരണിന് അതിന് പ്രൂഫ് ഉണ്ടോ? അല്ല, അവരുടെ പരാതി ശരിയാണെങ്കിൽ അതിപ്പോ പ്രൂഫ് ഉണ്ടെന്ന് വെച്ചാൽ കോടതിയെ തെളിയിക്കേണ്ടത്. അവരുടെ പരാതി ഇതുവരെ ഈ പരാതികളൊന്നും തന്നെ അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ ജയ, ശ്രീമതി ജയ, ഒരു സംശയം. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചാനലിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അത് കൊണ്ട് കളയരുത്. അതെങ്ങനെയാണ് ഞങ്ങളുടെ ചാനലിന്റെ വാല്യൂ പോകുന്നത്? ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ വാല്യൂ എങ്ങനെയാണ് കുറയുന്നത്? അത് കൂടുകയുള്ളൂ. വിഷയമല്ല നിങ്ങൾ എന്നും അവതരിപ്പിക്കേണ്ടുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ ഏത് പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? ശ്രീമതി ജയ പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ വിഷയം എടുക്കുന്നു. പറഞ്ഞോളൂ. പോളി ചെയ്യുന്നതിന് മുന്നേ ഒരു ഇതൊക്കെ വന്നല്ലോ ഒരു ചാനലിൽ കൂടെ ഒക്കെ. അതൊക്കെ എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? നമ്മളെ റിസൾട്ട് വരുന്നതിന് മുന്നേ ആൾക്കാരുടെ ഇതൊക്കെ ചോദിച്ച ഒരു അഭിപ്രായ സർവേ നടത്തുമല്ലോ. വ്യാജമായി ആരെങ്കിലും ഒക്കെ അഭിപ്രായ സർവേകൾ ഇട്ടാൽ അതൊക്കെ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? അത് എടുക്കരുത് എന്നുള്ള നിയമമാണ്. ഈ നാട്ടിലൊരു നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിയമമുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അത്തരം സർവേകളോ ഒന്നും അത്തരം സർവേകൾ നൽകരുതെന്ന് നിയമമുണ്ട്. ആ നിയമം പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ബാധ്യസ്ഥരാണെങ്കിൽ നിങ്ങളെ നിയമം നിങ്ങൾ പാലിച്ചോ. പക്ഷെ ഈ നമ്മൾ സ്ത്രീകളാണ്, കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള വീടുകളിൽ ഇരുന്നാണ് ഇത് കാണുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ തിരിച്ചറിയണം ശ്രീമതി ജയ. അത് തിരിച്ചറിയണ്ടേ? ആ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ തിരിച്ചറിയണ്ടേ? ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്. ഇത്തരക്കാരുടെ വലയിലെങ്ങും വിദൂരമായി പോലും പോയി വീഴരുത് എന്ന് അവർ തിരിച്ചറിയണ്ടേ? അല്ല, അത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊന്നും കുഞ്ഞുങ്ങൾ പോകത്തില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ചാനലിന് ഒരു ദോഷം ചെയ്യത്തതേ ഉള്ളൂ. ശരി ശ്രീമതി ജയ, എന്തായാലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന പെൺകുട്ടികളുടെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാൻ അല്ലെങ്കിൽ അവരുടെ വീഴ്ച പറയാൻ ഞങ്ങൾ ആളല്ല.
കാരണം ഈ പെൺകുട്ടികളെയൊക്കെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ, അങ്ങനെ തന്നെയാണ് പറയുന്നത്, ശരിയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ ഭാഗത്തല്ല തെറ്റ്, 100% തെറ്റും നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് അയാൾ തന്നെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായി നൽകിയിട്ടുള്ളതുമാണ്. അയാൾ സമ്മതിച്ചാലും മറ്റുള്ളവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അന്ന് മെക്കാളെ പ്രഭു ആയിരുന്നു ചെയർമാൻ. അപ്പോൾ നമ്മുടെ ഈ നിയമത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ശിക്ഷ തരുവാൻ സാധിക്കുകയുള്ളൂ. തെളിവിന്റെ അഭാവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല.